ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. മോഹൻലാൽ അഭിനയിച്ച തുടരുമെന്ന് പറഞ്ഞ സിനിമ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതക്രമത്തിലെ സുഖദുഃഖ സമ്മിശ്രമായ നമ്മുടെ കാലഘട്ടങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ജോലിക്കായി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ പുതിയ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നമ്മളുടെ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള IPEMR അവരെ സഹായിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനപ്പുറം ഇൻപേഷ്യൻ്റ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നതിലേക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ മുഴുവൻ മെഡിക്കൽ റെക്കോർഡ്സും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ ചികിത്സ നിർബാധം തുടരാൻ സഹായിക്കും. അഥവാ ഇനി മോഹൻലാലോ മമ്മൂട്ടിയോ നമ്മുടെ അഡ്മിഷന് എടുത്ത് വന്നാൽ ധാരാളം അവരുടെ PROs, സെക്രട്ടറിമാരും മാനേജർമാരും ഒക്കെ അവരുടെ കൂടെ ഉണ്ടാവും. അവരൊക്കെ നിരന്തരമായും ചോദിക്കുന്നുണ്ടാവും എന്ത് ചികിത്സയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സോ മാധ്യമങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള കേസാണ് സെലിബ്രിറ്റീസ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്. അപ്പോൾ നമുക്ക് ടൈം ലൈൻ എന്ന് പറഞ്ഞ BSL ഓപ്ഷനെ കുറിച്ച് നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടല്ലോ. ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് IPEMR എന്ന് പറഞ്ഞ നമ്മുടെ സൊല്യൂഷൻ, IP മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും വളരെ സ്മൂത്തായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ തുടരാൻ. ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത നേഴ്സിൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ വീണ്ടും അവിടെ കൃത്യമായി തുടരും. ഈ തുടരുമെന്ന സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പ്രേമി, അടുത്ത കാലത്തായിട്ട് രക്തച്ചൊരിച്ചിലുകളുടെ സിനിമകളുടെ ഒരു ബഹളമായിരുന്നു. കൊലപാതകവും രക്തമൊഴുകും ഒക്കെ കണ്ടു മടുക്കുന്ന ഒരു സമൂഹത്തിന് അതൊരു നിസ്സാര കാര്യമായി തോന്നിയേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് മോഹൻലാലിൻ്റെ തുടരുമെന്ന സിനിമ വളരെ പ്രശസ്തി നേടിക്കൊണ്ട് മുമ്പോട്ട് തുടരുന്നത്. അതിലും ആ കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലും ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് എന്നത് വിഷമം തോന്നിപ്പിച്ചു. കാരണം നമുക്ക് ഹോസ്പിറ്റലൈസേഷന് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടം മുഴുവനും ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ പറ്റി ചോരയിൽ കുളിച്ച് മനുഷ്യർ വരുന്നത് കണ്ട് ഈ രക്തം എന്ന് പറഞ്ഞത് ഒരു അപകടത്തിൻ്റെ സൂചനയായിട്ട് ഉള്ളിൽ കിട്ടിയിട്ടുള്ളതാണ്. സോ നമ്മുടെ സിനിമകൾ അപകടത്തിൻ്റെ സൂചനകൾ മാത്രം കൊടുക്കുന്നതാകാതെ പണ്ട് കാലത്തെ സിനിമകളിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ വരുന്ന ഓരോ പുതിയ ഇന്നൊവേഷനും നമ്മൾക്കവിടെ ചെയ്യുന്ന ജോലികൾക്ക് കൂടുതൽ സന്തോഷകരമായി ചെയ്യാവുന്ന ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ഗ്രേപ്സ് ഐഡിയമാരിൽ ബിൽഡ് ചെയ്യുന്നത്.